ഹലോ ഗായ്സ്, ഐ ആം ഗോയിങ് ടു കട്ട് മൈ ഹെയർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം. ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് എന്തോരം ഹെയർ ഫോൾ ഉണ്ടാകും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, Oh my gosh! സോ ഗൈസ്, കണ്ടോ, ഇത്രയും ഹെയർ ആണ് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോയത്. ഗൈസ് നോക്കൂ, കണ്ടോ, നല്ല രസമില്ലേ? Oh my God. ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യും, അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ പിന്നെ കുറേ ഹെയർ പോവും. വേറൊരു കാര്യം കൂടെ കാണിച്ചാൽ ഓക്കെ, അതായത് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആഫ്റ്റർ കേഴ്സ് ചെയ്ത സമയത്ത് ഒരുപാട് വോളിയം ആഡ് ചെയ്തു. ഒരുപാട് വോളിയം ആഡ് ചെയ്തപ്പോൾ ഈ പോർഷനിൽ മാത്രം നല്ലോണം ടൈറ്റായി, അതായത് എൻ്റെ നാച്ചുറൽ ഹെയർ നല്ല രീതിയിൽ ടൈറ്റായി. അങ്ങനെ നാച്ചുറൽ ഹെയർ നല്ല രീതിയിൽ ടൈറ്റ് ആയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളിങ്ങനെ ഹെയർ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, എൻ്റെ ഇത്രയും ഭാഗത്ത് മുടി വലിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയി. ഈവൻ ബ്ലഡ് വരെ വന്നു ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് ബ്ലഡ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം വേദന ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചാൽ വേദന മാറും എന്ന് വിചാരിച്ചു. പക്ഷേ വേദന മാറില്ല, മുടി മുഴുവനും പൊട്ടിയും പോയി. അതുപോലെ ബ്ലഡ് വന്നു. അങ്ങനെ ബ്ലഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് ഇത് റിമൂവ് ചെയ്തു. അങ്ങനെ റിമൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി, അത്രയും ഭാഗത്തെ മുടി പെർമനന്റ് ആയിട്ട് അങ്ങോട്ട് പോയി കിട്ടി. പിന്നെ ഇത് ബാക്കിലായതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അറിയില്ല, ഈ ഫ്രണ്ടിലത്തെ മുടി വന്ന് ബാക്കിലേക്ക് കിടക്കുന്നതുകൊണ്ട് അറിയില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ആഫ്രോ കേൾസിന്റെ മെയിൻ പ്രോബ്ലം. ഇതൊക്കെ പിന്നെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ.